ഇന്നലെ ഉച്ചയോടെയാണ് കൊട്ടിയൂർ ചുങ്കക്കുന്നിൽ സർവേക്കെത്തിയ 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ബന്ദികളാക്കിയത്. കർഷകരും വനംവകുപ്പും തമ്മിൽ കേസിലുള്ള ഭൂമിയിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സർവേക്ക് എത്തിയവരെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ബന്ദികളാക്കിയത്. തുടർന്ന് ഇവരെ മോചിപ്പിക്കാനെത്തിയ പോലീസും നാട്ടുകാരും തമ്മിലായിരുന്നു ആദ്യഘട്ടം സംഘർഷം. എന്നാൽ വൈകുന്നേരത്തോടെ എസ്.പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി. എന്നാൽ 10,000-ഓളം വരുന്ന നാട്ടുകാരുടെ സംഘം പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. 7 പോലീസ് ജീപ്പും 4 പോലീസ് വാനുമടക്കം 15ഓളം വാഹനങ്ങൾ പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി. എസ്.പിയുടെ അടക്കം നിരവധി പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. 4 CIമാരടക്കം 20 പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റു. ആംബുലൻസ്, ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായി. സ്ഥലത്തെത്തിയ സണ്ണി ജോസഫ് MLA, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരെയും നാട്ടുകാർ വഴിയിൽ തടഞ്ഞു. രാത്രി 10 മണിയോടെ സ്ഥലത്തെത്തിയ കലക്ടർ രക്തൻ കേൽക്കർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം പുലർച്ചെ 2:20ഓടെ ബന്ദികളാക്കിയവരെ വിട്ടുനൽകാനും പ്രതിഷേധം അവസാനിപ്പിക്കാനും സമരക്കാർ തയ്യാറായി. തീർച്ചയായിട്ടും അവരുടെ വികാരങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോട് ചർച്ച ചെയ്യുകയും അവർ സമാധാനമായിട്ട് തന്നെ ഈ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദി നമ്മൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. സമാധാനമായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ ശ്രമിക്കണമെന്നാണ് നമ്മുടെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ബന്ദികളാക്കിയ കേന്ദ്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലീസ് പുലർച്ചെയോടെ കണ്ണൂരിലെത്തിച്ചു. തുടർന്നവർ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. മണിക്കൂറുകളോളം യുദ്ധസമാനമായ അവസ്ഥയായിരുന്നു പ്രദേശത്ത് നിലനിന്നത്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.